താങ്ക് യു ബാ ഇരിക്കൂ. എന്തൊക്കെയാണ് പരിപാടികൾ ഓണമായിട്ട്? ഓണമായിട്ട് ഞങ്ങളിപ്പം പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർക്കാണ്. ഹരിപ്പാട്ട് ഓണമാണോ തിരുവനന്തപുരത്തെ ഓണമാണോ? രണ്ടും ഉണ്ട്. ഇപ്പം ഇത്തവണ എൻ്റെ മോനെ മൂകാംബികയിൽ ഞങ്ങൾ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകണം ഓണത്തിന്. അതാണ് പ്രത്യേകം. മോൻ മംഗലാപുരത്താണ്. ഓണത്തിന് എഴുത്തിനിരുത്തില്ലേ? നാട്ടിലെ ഓണം പലപ്പോഴും മിസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതെ, നാട്ടിലാണെങ്കിൽ ഞങ്ങൾ പണ്ട് കാലത്ത് കടുവ കളിക്കും. മേത്തെല്ലാം പുല്ലെല്ലാം കെട്ടി കടുവ അല്ലേ, കടുവ കളിക്കും. പിന്നെ പന്ത് കളിയുണ്ട്, ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി കളിക്കും. നാടൻ പന്ത് കളിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ കലാപരിപാടികൾ ക്ലബ്ബുകളുടെ ഒക്കെ ആയിട്ട് ഓണവേഷ പരിപാടിയൊക്കെ കുട്ടിക്കാലത്ത് അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ട്. തിരുവനന്തപുരത്തെ ഓണാഘോഷം എങ്ങനെ ഉണ്ടാവാറുണ്ട്? ഇപ്പം പല ചുമതലകൾ വഹിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത്. അതെ. അപ്പം അതെങ്ങനെ ഉണ്ടാവാറുണ്ട്? അല്ല, തിരുവനന്തപുരത്താണേലും ഓണം നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. എവിടെയാണേലും നാട്ടിൽ ലോകത്ത് എവിടെയെല്ലാം മലയാളി ഉണ്ടോ അവിടെയെല്ലാം ഓണാഘോഷമാണ്. വീട്ടിലെ ആഘോഷമൊക്കെ എങ്ങനെ? വീട്ടിൽ ഈ തവണ എൻ്റെ ചിറ്റ മരിച്ച കാരണം വലിയ ആഘോഷമൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ മൂകാംബിയെ പോകാമെന്ന് വിചാരിച്ചു. മൈക്കൊക്കെ മുന്നിൽ കിട്ടുമ്പോൾ വലുതായിട്ട് ആഞ്ഞടിക്കുന്ന ആളാണ്, പക്ഷെ ആഘോഷത്തിലേക്കും കൂടെ നിൽക്കുമല്ലേ? കഴിക്കാൻ നേരത്തെങ്കിലും വരണേന്ന് ഞങ്ങൾ പറയാം. കഴിക്കാൻ നേരത്തെ എല്ലാ കാലം കിട്ടാറുണ്ട്. എല്ലാ വർഷവും. ഈ വയനാട് ദുരന്തത്തിൽ ഇത്രയും ആളുകൾ മരിച്ച സാഹചര്യത്തിൽ ഓണം വലുതായിട്ട് ആഘോഷിക്കുന്നില്ല എല്ലാവരും. പക്ഷെ എന്നാലും നമ്മൾ ഓണം എന്നുള്ള സങ്കല്പം അതൊരിക്കലും നമുക്കാർക്കും മറക്കാൻ പറ്റുന്നതല്ല. സമ്പത്ത് സുന്ദരമായ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഓണം. പണ്ടായിരുന്നെങ്കിൽ ഒരു 3 മാസം മുമ്പ് ഓണത്തിനുള്ള നമ്മുടെ നെല്ലെല്ലാം കൊയ്തുകൊണ്ട് വന്ന് നെല്ല് പുഴുങ്ങി അത് അരിയാക്കി ചോറാക്കി വിളമ്പുന്നത്, അതോടൊപ്പം തന്നെ ഇടി പൊടിയെല്ലാം ആ കാലത്തുണ്ട്. ഇപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് ഓണമല്ലേ, പൂക്കളം വരെ. പൂക്കളം വരെ ഇൻസ്റ്റൻ്റ്. പക്ഷെ എന്നാലും അത് മാറിയ ഒരു കാലാവസ്ഥയിൽ സാഹചര്യത്തിൽ അത് വേണ്ടി വരും. ലോകത്തെവിടെയുമുള്ള മലയാളി ഓണം എന്ന് പറയുന്ന അവൻ്റെ ഒരു വികാര വായ്പോടുകൂടി ആഘോഷിക്കുന്ന ഉത്സവമാണ്. അതൊരു വലിയ പ്രത്യേകത. അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ്. ഹരിപ്പാട്ടൻ ചെന്നിത്തലയിലെ ഓണമൊക്കെ ഇവനൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? അതെ. അവർക്കാർക്കും അറിയത്തില്ല പഴയ ഓണമൊന്നും അല്ലേ. മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.